കട്ടപ്പന ഇരട്ട കൊലപാതകത്തിൽ പ്രതി നിതീഷിനെ കക്കാട്ടുകടയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നു. വീട്ടിലെ മുറിയിൽ തറ പൊളിച്ച് പരിശോധന തുടങ്ങി. വിജയനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ചുറ്റിക പോലീസ് വീട്ടിൽ നിന്നും കണ്ടെടുത്തു. ഈ വീട്ടിൽ വിജയനെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയെന്നാണ് നിതീഷിന്റെ മൊഴി. സിജോ വർഗീസ് വിവരങ്ങൾ നൽകും ഇടുക്കിയിൽ നിന്ന്. സിജോ, ഈ കേസിന്റെ ഒരു സുപ്രധാന ഘട്ടത്തിലേക്ക്, സുപ്രധാനമായ നിർണായകമായ തെളിവെടുപ്പിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നു. തറ പൊളിച്ച് കുഴിച്ചുള്ള പരിശോധന ഇപ്പോൾ എവിടം വരെ എത്തിയിട്ടുണ്ട്? ഈ വിജയനെ കൊന്നു എന്ന് നിതീഷ് സമ്മതിക്കുമ്പോഴും എന്തിനത് ചെയ്തു എന്നുള്ള കാര്യത്തിൽ പോലീസ് എന്ത് നിഗമനം, സൂചന നൽകുന്നുണ്ട്? സൈഫുദ്ദീൻ അല്പസമയത്തിനകം ഇക്കാര്യത്തിൽ വ്യക്തത വരും. അതുമായി ബന്ധപ്പെട്ട് പോലീസ് സർജൻ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. അവർ എത്തിയാൽ ഈ കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകും. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഇപ്പോൾ ഈ വിജയനെ, കക്കാട്ടുകടയിലെ വീട്ടിൽ വിജയനെ കൊലപ്പെടുത്തിയതായി സംശയിക്കുന്ന മുറിയിൽ തറ പൊളിച്ചുള്ള പരിശോധന നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് തറ പൊളിച്ചുള്ള ആ ഒരു കുഴി ഇതിന് സമാന്തരമായി തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അവിടെ എടുത്തിട്ടുണ്ട്. അത് ഇപ്പോൾ ഈ പോലീസ് സർജൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തിയാൽ ഈ കുഴി ഈ അടക്കം ചെയ്തു എന്ന് പറയുന്ന ആ ഭാഗത്തും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനാകുമോ എന്നുള്ള ശ്രമം നടത്തും. അതിനുള്ള ശ്രമം ഏതാണ്ട് ആ ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പായി ഈ വീട്ടിൽ കയറി വന്ന പഞ്ചായത്ത് മെമ്പർമാരടക്കമുള്ള ജനപ്രതിനിധികൾ പറയുന്നത് ഇത് ഏതാണ്ട് മൃതദേഹം കണ്ടെത്താനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. അല്പസമയത്തിനകം ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകും. ഏതാണ്ട് ഇത് കണ്ടെത്താനുള്ള ശ്രമം എല്ലാം തന്നെ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. 2023 ഈ വിഷ്ണുവിൻ്റെ പിതാവ് വിജയനെ നിതീഷ് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുന്നത്. നിതീഷ് ചുറ്റിക കൊണ്ട് അടിച്ചാണ് വിജയനെ കൊലപ്പെടുത്തിയത്. മൃതദേഹം മറവ് ചെയ്യാൻ ഉള്ള സഹായം ചെയ്തു നൽകിയതിനാണ് വിജയൻ്റെ ഭാര്യ സുമ, ഒപ്പം തന്നെ മകൻ വിഷ്ണു എന്നിവരെ ഈ കേസിൽ പോലീസ് പ്രതി ചേർത്തിരിക്കുന്നത്. ഈ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചാണ് കൊലപ്പെടുത്തിയത് എന്ന് നിതീഷ് നേരത്തെ തന്നെ മൊഴി നൽകിയിരുന്നു. ആ ചുറ്റിക ഇപ്പോൾ ഈ കക്കാട്ടുകടയിലെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വീട്ടിൽ പൂജാകർമ്മങ്ങൾ നടന്നതായുള്ള ഒരു സ്ഥിരീകരണവും ഈ സ്ഥലം സന്ദർശിച്ച് മടങ്ങിയ ജനപ്രതിനിധികൾ നൽകുന്നുണ്ട്. അതിന് സാധൂകരിക്കും വിധമുള്ള തെളിവുകൾ അവിടെ നിന്ന് ലഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഈ ആക്രി സാധനങ്ങളെല്ലാം തന്നെ വീട്ടിൽ കൂട്ടിയിട്ടിട്ടുണ്ട്. വൃത്തിഹീനമായ ഒരു അന്തരീക്ഷത്തിലാണ് വീട്ടിൽ ഇവർ കഴിഞ്ഞിരുന്നത്. ദുരൂഹത ഉളവാക്കുന്ന ഒരു സാഹചര്യം ആ വീടിനുള്ളിൽ തന്നെ ഉണ്ട് എന്നും ഈ വീട്ടിൽ അകത്ത് പോയി മടങ്ങി വന്ന ജനപ്രതിനിധികൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇവിടെ ആരൊക്കെ താമസിക്കുന്നു, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് ഇതുവരെ ഈ സംഭവം പുറത്താകുന്നത് വരെ പ്രദേശവാസികൾക്ക് പോലും വലിയ ധാരണയുണ്ടായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ആകപ്പാടെ ഈ വീട്ടിൽ ഇടയ്ക്ക് വന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വിഷ്ണുവിനെ മാത്രമാണ് പരിസരവാസികൾ കണ്ടിട്ടുള്ളൂ. മറ്റാരെയും കണ്ടിട്ടില്ല. 2 സ്ത്രീകൾ ഇവിടെ ഉണ്ട് എന്ന് അറിയുന്നത് തന്നെ ഈ സംഭവം ഉണ്ടാകുന്നതിന് പിന്നാലെയാണ്. കട്ടപ്പനയിൽ മാർച്ച് 2 നടന്ന ഒരു മോഷണ കേസിൻ്റെ ചുവട് പിടിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഇരട്ട കൊലപാതകങ്ങൾ പുറത്താകുന്നത്. 2 കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട്, ഈ മോഷണ കേസിന് പുറമെ ഇതുമായി ബന്ധപ്പെട്ട് കേസിലെ മുഖ്യപ്രതിയായ നിതീഷിനെതിരെ പോലീസ് ചുമത്തിയിട്ടുണ്ട്. ഒന്ന് ഈ വിജയനെ കൊലപ്പെടുത്തിയ കേസിലാണ്. ഈ വിജയനെ കൊലപ്പെടുത്തിയ കേസിൽ നിതീഷാണ് മുഖ്യപ്രതി. മറ്റൊന്ന് 2016 വിഷ്ണുവിൻ്റെ സഹോദരിയുടെ നവജാത ശിശുവിനെ കട്ടപ്പനയിൽ ഇവർ നേരത്തെ താമസിച്ചിരുന്ന വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട്. ആ കേസിലും മുഖ്യപ്രതി നിതീഷാണ്. നിതീഷിനൊപ്പം വിഷ്ണുവിൻ്റെ പിതാവ് വിജയനും ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ പങ്കാളികളായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ നിയമപരമായി വിവാഹം കഴിക്കാതെയാണ് ഈ വിഷ്ണുവിൻ്റെ സഹോദരിക്ക് ഈ കുഞ്ഞുണ്ടായത്. കുഞ്ഞ് നിതീഷിൻ്റേതാണ് എന്നും പോലീസിൻ്റെ FIR-ലുണ്ട്. ഈ നാണക്കേട് ഭയന്നാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം. ആഭിചാര ക്രിയകളുടെ ഭാഗമായിട്ടാണോ ഈ കൊലപാതകം നടന്നത് എന്നുള്ള ഒരു പരിശോധന പോലീസ് നടത്തുന്നുണ്ട്. പക്ഷേ അതിന് ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണം ഇതുവരെ പോലീസ് നൽകിയിട്ടില്ല. പോലീസിൻ്റെ FIR-ലും അത് പറയുന്നില്ല. പക്ഷേ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ ഈ കക്കാട്ടുകടയിലെ വീട്ടിൽ കയറി മടങ്ങിയ ജനപ്രതിനിധികളുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൂജാകർമ്മങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. പൂജാകർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തിയായിരുന്നു നിതീഷ്. 2016 മുമ്പും ഇത്തരത്തിൽ പൂജാകർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് ഈ വിജയൻ്റെ കുടുംബവുമായി ഇവർ സമീപിച്ചിരുന്നു. നിതീഷിൻ്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതിനെ തുടർന്നാണ് ഈ വിജയൻ്റെ ബന്ധുക്കൾ പലതവണ
മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ നിതീഷുമായിട്ടുള്ള ബന്ധം നല്ലതല്ല, ആപത്തിലേക്കാണ് എന്ന്. പക്ഷേ അമിതമായിട്ടുള്ള ചില വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും പിന്നാലെ പോകുന്ന വിജയൻ കുടുംബവും ഇത് നിരാകരിക്കുകയായിരുന്നു. ഏതാണ്ട് 2-3 വർഷത്തോളം ഇവർ കുടുംബാംഗങ്ങളുമായി അടുത്ത് ഇടപഴകുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് നാളിതുവരെ ഈ ബന്ധുക്കളായും അത്ര അടുപ്പമുണ്ടായിരുന്നില്ല. അവരുമായി അകന്നു കഴിയുന്ന ഒരു സാഹചര്യമായിട്ടുണ്ടായിരുന്നത്. ബന്ധുക്കൾ പറയുന്നത് ഈ നിതീഷിൻ്റെ ഒരു നിയന്ത്രണത്തിലായിരുന്നു ഈ കുടുംബം എന്ന് തന്നെയാണ്. പൂർണ്ണമായും നിതീഷ് പറയുന്നത് കേട്ട് മുമ്പോട്ട് പോകുന്ന ആ ഒരു സാഹചര്യത്തിലായിരുന്നു ഈ വിജയനും കുടുംബാംഗങ്ങളും എന്നുള്ളതാണ്. 2 കാര്യങ്ങൾ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നടത്തേണ്ടതുണ്ട്. പോലീസിന്റെ കണ്ടെത്തൽ ഇപ്രകാരമാണ്. ഒന്ന്, വിജയന്റെ കൊലപാതകം നടന്നത് ഒരു വാക്ക് തർക്കത്തിനിടെ ഉണ്ടായ ഒരു കൊലപാതകം എന്ന് തന്നെയാണ്. ഈ വാക്ക് തർക്കത്തിലേക്ക് നയിച്ചത് എന്താണ് എന്നുള്ളതാണ് പ്രധാനമായും കണ്ടെത്തേണ്ടത്. അതിന് ആധികാരികമായി നമുക്ക് ബന്ധുക്കളടക്കമുള്ളവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇവർ നേരത്തെ താമസിച്ചിരുന്ന സാഗര ജംഗ്ഷനിലെ കട്ടപ്പന സാഗര ജംഗ്ഷനിലെ വീട് വിറ്റ വകയിൽ വലിയ രീതിയിലുള്ള ഒരു തുക ഇവർക്ക് ലഭിച്ചിരുന്നു. ആ തുക അതേത് രീതിയിൽ വിനിയോഗിച്ചു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതായത് അതിന് വ്യക്തമായ ഒരു ഉത്തരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇതുവരെ. അതായത് 1 കോടിയോളം രൂപയ്ക്കാണ് ഈ വീടും സ്ഥലവും വിറ്റിരിക്കുന്നത് എന്നാണ് ബന്ധുക്കൾ നൽകുന്ന ഒരു വിശദീകരണം. ഈ തുക പൂർണ്ണമായും വിനിയോഗിക്കപ്പെട്ടിരിക്കുന്നത് നിതീഷിൻ്റെ ഒരു ഇടപെടലിലൂടെ ആയിരിക്കാം എന്നും ബന്ധുക്കൾ കണക്ക് കൂട്ടുന്നുണ്ട്. മറ്റൊരു പ്രധാനമായിട്ടുള്ള കാര്യം, ഈ 2014 ഈ നവജാത ശിശുവിൻ്റെ കൊലപാതകമാണ്. അത് അവർ നേരത്തെ താമസിച്ചിരുന്ന കട്ടപ്പനയിലെ വീടിനോട് ചേർന്നുള്ള തൊഴുത്തിലാണ് ആ കുഞ്ഞിനെ മറവ് ചെയ്തിരിക്കുന്നത് എന്നാണ്. അതിക്രൂരമായാണ് ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ആ കൊലപാതകം അത് ഏതെങ്കിലും ആഭിചാരക്രിയയുടെ ഭാഗമായാണോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. കാരണം ഇതിനുശേഷം ഈ പെൺകുട്ടി ഈ വിഷ്ണുവിൻ്റെ സഹോദരി ബന്ധുക്കളോട് പറഞ്ഞ ചില കാര്യങ്ങൾ അതിനെ സാധൂകരിക്കുന്നതാണ്. അതായത് ഒന്നിനെ പറപ്പിച്ചു വിട്ടു, മറ്റൊന്നിനെ കുഴിച്ചിട്ടു എന്നുള്ള രീതിയിലുള്ള ഒരു ആരോപണം, ഒരു മറുപടി ഈ കുട്ടി പറഞ്ഞിട്ടുണ്ട്. ഈ സമയത്തെല്ലാം തന്നെ പലതരം അസുഖങ്ങൾ ഈ പെൺകുട്ടിക്കുണ്ടായപ്പോഴും അതിനെല്ലാം ആശുപത്രിയിൽ പോയി ചികിത്സ തേടാതെ അത് ശാന്തിയെ കണ്ടിട്ടുണ്ട് എന്നുള്ള ഒരു മറുപടിയാണ് ഈ പെൺകുട്ടി ബന്ധുക്കൾക്കടക്കം നൽകിയിരിക്കുന്നത്. ഇത്തരം വിശ്വാസങ്ങളുടെ പുറകെ പോകുന്ന ഒരു പാരമ്പര്യം ഈ കുടുംബത്തിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്ന് ബന്ധുക്കളടക്കം സമ്മതിക്കുന്നുമുണ്ട്. പലയിടങ്ങളിൽ നിന്നായി പൂജാരികൾ അടക്കം പൂജാകർമ്മങ്ങൾക്കായും ഇവർ താമസിക്കുന്ന പല വീടുകളിലും ആളുകൾ എത്തിയിരുന്നു എന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്. പല പൂജകൾക്കുമായി ലക്ഷക്കണക്കിന് രൂപ ഈടാക്കിയിട്ടുണ്ട്. അതെല്ലാം നിതീഷിൻ്റെ നിയന്ത്രണത്തിൽ, നിതീഷിൻ്റെ കെയർ ഓഫിലായിരുന്നു എന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക ഇടപാടുകളും അതിനെ തുടർന്നുണ്ടായ ഒരു തർക്കവുമാണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് ഏറ്റവും പ്രധാനമായും അന്വേഷിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിലേക്കായിരിക്കും ഇനിയുള്ള പോലീസിൻ്റെ അന്വേഷണം മുമ്പോട്ട് പോവുക. സൈഫുദ്ദീൻ. ശരി, സിജോ വർഗീസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. കട്ടപ്പന ഇരട്ട കൊലപാതകത്തിൽ ഇപ്പോൾ ഈ വിജയനെ കൊന്നു കുഴിച്ചുമൂടി എന്ന് കരുതപ്പെടുന്ന കക്കാട്ട് തറയിലെ വീടിന്റെ തറ പൊളിച്ചുള്ള പരിശോധന നടത്തുകയാണ് ഫോറൻസിക് സംഘം.